ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം മറ്റന്നാൾ ഹസ്ബൻഡിൻ്റെയും മോളുടെയും ബർത്ത്ഡേ ആണ്. അപ്പം ഞങ്ങളുടെ 3 പേരുടെയും ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ ഞങ്ങൾ ഇന്ന് ആഘോഷിക്കാമെന്ന് വെച്ചാൽ സൺഡേ ആണ്, എല്ലാവരും വീട്ടിലുണ്ട്. അപ്പോൾ പള്ളിയിലൊക്കെ പോയി വന്നിട്ട് വൈകുന്നേരം കേക്കൊക്കെ കട്ട് ചെയ്ത് അത്യാവശ്യം ഫുഡൊക്കെ ഉണ്ടാക്കി സെലിബ്രേറ്റ് ചെയ്യാൻ വിചാരിച്ചു. ഞങ്ങൾ കസിനും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഫുഡ് പ്രിപ്പറേഷനാണ് മെയിനായിട്ടുള്ള വീഡിയോ. പിന്നെ സൺഡേ ആയതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ രണ്ടുപേരും കൂടെ തകൃതിയായിട്ട് ക്ലീനിങ് നടത്തുവാണ്. എല്ലാവരും കൂടെ വീട്ടിലുള്ളപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്താണ് ഞങ്ങൾ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ നടത്തുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ചെയ്യുമ്പോൾ അതൊരു സന്തോഷമാണ്. പിന്നെ നമ്മുടെ പണിയും പെട്ടെന്ന് തീരും. അപ്പോൾ അങ്ങനെ മക്കൾ രണ്ടുപേരും കൂടെ ക്ലീനിങ് ചെയ്യുവാണ്, ഞങ്ങൾ രണ്ടുപേരും കൂടെ കുക്കിങ്ങും ചെയ്യുവാണ്. അപ്പം ഇന്ന് കുക്ക് ചെയ്തിട്ട് പള്ളിയിൽ പോകണം. കാരണം കുറച്ച് നേരത്തെ പോയാലേ പള്ളിയിൽ സീറ്റ് കിട്ടുള്ളൂ. ഇവിടെ ഭയങ്കര തിരക്കാണ് പള്ളിയിൽ. അപ്പം ഞാൻ ആദ്യമായിട്ട് ചിക്കൻ മൊമോസ് ട്രൈ ചെയ്യുവാണ്. എങ്ങനെയാവുമെന്ന് അറിയത്തില്ല, യൂട്യൂബിൽ കണ്ടിട്ടാണ് ചെയ്യുന്നത്. ഏതായാലും ചിക്കൻ മൊമോസ് ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഹസ്ബൻഡ് മന്തിക്കുള്ള ചിക്കൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുത്തു തരാനൊന്നും ആരും ഉണ്ടാവത്തില്ല. അപ്പോൾ ഞാൻ ഇത്തവണ ഹസ്ബൻഡിനെ പിടിയാലെ എനിക്ക് വീഡിയോ എടുത്തു തരാൻ പറഞ്ഞ് നിന്നു. പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് പുള്ളിനെ ഡിസ്ട്രാക്ട് ചെയ്തെന്നും പറഞ്ഞ് പുള്ളി എൻ്റെ അടുത്ത് ഒച്ച വെക്കുന്നുണ്ട്. എന്നാലും പിന്നെ എടുത്തു തന്നു കേട്ടോ, പാവം. അപ്പോൾ പിന്നെ ഞാനങ്ങനെ മൊമോസ് ഉണ്ടാക്കാൻ തുടങ്ങുവാണ്. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മൊമോസ്. അപ്പം ഞാൻ മൊമോസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. മക്കളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല മൊമോസ് ഉണ്ടാക്കുന്ന കാര്യം, വേറൊന്നും കൊണ്ടല്ല. ഇത് ശരിയാവുമോ റെഡി ആവുമോ എന്നറിയത്തില്ല, അതുകൊണ്ടാണ് പറയാതിരുന്നത്. ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരും അതിനങ്ങനെ വലിയ കുറ്റമൊന്നും പറഞ്ഞില്ല. മോൻ മാത്രം വന്ന് നല്ലതാണമ്മേന്ന് പറഞ്ഞു. ഇനിയിപ്പം നാളെ മുതൽ ഫുഡ് കഴിക്കേണ്ടതല്ലേ, കൊള്ളൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കാതിരുന്നാലോ, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാതിരുന്നാലോ എന്ന് പേടിച്ചിട്ട് വല്ലതും ആണോ എന്നറിയത്തില്ല. ഏതായാലും ആരും കുറ്റമൊന്നും പറഞ്ഞില്ല. പിന്നെ എനിക്ക് തോന്നി ഉണ്ടാക്കിയപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അത്ര ഹെവി ആയിട്ട് ഉണ്ടാക്കണ്ടായിരുന്നു. കാരണം കുറച്ചുണ്ടാക്കുവാണെങ്കിലല്ലേ അതിൻ്റെ ഒരു ഇതുള്ളൂ എന്ന് വിചാരിച്ചു. പിന്നെ എന്താണെന്നറിയത്തില്ല, ഉണ്ടാക്കിയപ്പോൾ എനിക്ക് എൻ്റെ ക്വാണ്ടിറ്റി ഒന്നും അറിയത്തില്ല, അത് കുറച്ചങ്ങ് കൂടുതലുണ്ടാക്കി. പിന്നെ ഇത് മന്തിക്കുള്ള മസാല റെഡിയാക്കുകയാണ്. മന്തി എന്ന് വെച്ചാൽ അൽഫാം മന്തിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇവിടെ ചിക്കൻ മന്തി അങ്ങനെ വേവിച്ച് മാത്രം ഉണ്ടാക്കുന്ന ആർക്കും ഇഷ്ടമല്ല, ഫ്രൈ ചെയ്തുണ്ടാക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഫ്രൈ ചെയ്ത്, അതായത് അൽഫാം പോലെ ഉണ്ടാക്കിയിട്ടാണ് ഉണ്ടാക്കാറ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിന്നെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനുണ്ടായിരുന്നു. ഇത് ഞാനിപ്പോൾ അൽഫാം മന്തി അത് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്യുവാണ്. അപ്പം നമ്മൾ പള്ളിയിൽ പോകാൻ റെഡിയായിട്ട് നിൽക്കുവാണ്. പള്ളിയിൽ 4 മണിക്കാണ് കുർബാന. മക്കൾ ഓൾറെഡി പോയി, അവർക്ക് കാറ്റഗിസം ക്ലാസ് ഉണ്ടായിരുന്നു. ഇത് ഞാൻ എൻ്റെ മുടി ബോട്ടോക്സ് ചെയ്ത് കളർ ചെയ്ത്, അതാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ചെയ്തു തന്നതാണ്, പൈസ ഒന്നും കൊടുക്കാതെ ഫ്രീ ആയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളി. രാവിലെ കുർബാന ഉണ്ടായിരുന്നു, പക്ഷേ രാവിലത്തെ കുർബാന ഒറ്റ കുർബാനയാണ്. എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ വൈകുന്നേരമാണ് പോയത്. അങ്ങനെ നമ്മൾ പള്ളി കഴിഞ്ഞ് വന്നിട്ട് കേക്ക് മുറിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. നമ്മൾ ആദ്യം ദൈവത്തോടാണല്ലോ നന്ദി പറയേണ്ടത്. നമ്മൾ ഇത്രയും വർഷം മുമ്പോട്ട് നയിച്ച ദൈവത്തിനാണല്ലോ ആദ്യം നന്ദി പറയേണ്ടത്. അപ്പം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കേക്ക് മുറിക്കുന്നത്. കാര്യങ്ങളിൽ നിന്ന് ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത്. അത്യുന്നതിന്റെ നിയമം, അവിടുത്തെ ഉടമ്പടി, അപരാധനെ കുറ്റം വിധിക്കുക, പങ്കാളിയും സഹയാത്രികനുമായ കണക്ക് തീർക്കുക, സ്നേഹിതരുടെ പിതൃസ്വത്ത് വിഭജിക്കുക, കൂടുതലോ കുറവോ വരാതെ അളവിലും തൂക്കത്തിലും സൂക്ഷ്മത കാണിക്കുക, കച്ചവടത്തിൽ ലാഭം നേടുക, കുട്ടികൾക്ക് നല്ല ശിക്ഷണം നൽകുക, ദുഷ്ടനായ ദാസന് തക്ക ശിക്ഷ കൊടുക്കുക. ഇവയൊന്നിലും നീ ലജ്ജിക്കേണ്ട. അവിശ്വസ്തിയായ ഭാര്യയെ നിലക്കി നിർത്തുന്നതും നന്ന്, അനേകർ ഉള്ളെടുത്ത് സാധനങ്ങൾ കൂട്ടി സൂക്ഷിക്കുന്നതും നന്ന്. എല്ലാ ഇടപാടുകളിലും കണക്ക് വയ്ക്കണം. ക്രയവിക്രയങ്ങളിൽ രേഖ സൂക്ഷിക്കണം. അജ്ഞനെയോ വിഡിയെയോ ചെറുപ്പക്കാരുമായി ശണ്ട കൂടുന്ന വൃദ്ധനെയോ ഉപദേശിക്കുന്നത് ലജ്ജിക്കേണ്ട. അപ്പോൾ നീ അറിവുള്ളവനാണെന്ന് വ്യക്തമാവുകയും എല്ലാവരും നിന്നെ അംഗീകരിക്കുകയും ചെയ്യും. അതിന്റെ ബാക്കിയുണ്ടോ നീ വായിക്കൂടെന്ന് എനിക്കറിയാടി. മകളെ കുറിച്ചുള്ള വായിച്ച് നിർത്താൻ പറഞ്ഞു, ഞാൻ നിർത്തി. നീ അവിടെ പോയി നിന്നേ. അവനോട് അമ്മ പിടിക്കേ അമ്മ എത്തിക്കോ. Happy birthday to you. Happy birthday to you. Happy birthday to you.
നീ ഇനി അവിടെ പോയി നിന്നേ. ഒരു കൈയടി സൗമ്യയുടെ ഗിഫ്റ്റ് ആയിരിക്കുന്നത് സ്വാമിക്ക് നേരത്തെ കൊടുത്തു പോയി. നമുക്കങ്ങനെ സൗമ്യയുടെ ഒറിജിനൽ ഗിഫ്റ്റ് വരുന്നതേ ഉള്ളൂ. വാച്ച്, അച്ഛൻ. വാച്ചോ God, God, എനിക്ക് വാച്ച് കിട്ടി guys. Thank you, thank you. സ്മാർട്ട് വാച്ചോ ഇത്രയും സ്നേഹമുള്ള അമ്മയ്ക്കാണ് അച്ഛൻ വാച്ച് മേടിച്ചു കൊടുക്കാൻ ഇത്ര ഇതായത്. ഇവക്കൊക്കെ ഇതൊക്കെ അറിയാൻ ചേച്ചി. നമ്മൾ ഇത് ഓർഡർ ചെയ്യാൻ പോലും ഇത് എന്നതാ മേടിക്കേണ്ടതോ അതൊന്നും നമുക്ക് അറിയത്തില്ല. മൊത്തം കവർ ചെയ്തില്ലേ? സൗമ്യയുടെ ഗിഫ്റ്റാണ് ജോബി ഒറ്റ വാങ്ങാൻ ഇതൊക്കെ ഇവിടെ എപ്പോ ഓർഡർ ചെയ്ത് മേടിക്കുന്നുള്ളതിനെ കുറിച്ചാണ് പറയണം കേട്ടോ. ഓർഡർ ചെയ്ത സമയമൊക്കെ ഇതൊന്നും ഞാൻ അപ്പൊ അറിയാം. സർപ്രൈസ് പോയല്ലോ. അതെ അതെ പറഞ്ഞു കഴിഞ്ഞാൽ സർപ്രൈസ് പോയില്ലേ. ഇതൊക്കെ അമ്മ എപ്പോഴാ ചെയ്തേ? ഈ വാച്ച് ഇത് കൂട്ട് ഇപ്പൊ ഇത് രണ്ടാമത്തെ വാച്ചായത്. വേറെ 3 വാച്ച് മേളിൽ നിന്ന് ചത്ത് കിടക്കുക. നാട്ടിൽ നിന്ന് വന്നപ്പോ ഉപേക്ഷിച്ച് ഊരി വെച്ചതാ. ഇത് കിട്ടിയിട്ടില്ല. അവനെ ചാർജ് ചെയ്താലേ ഇതിന് വർക്ക് ചെയ്യുള്ളൂ. പൊട്ടിയാണോ നീ? അപ്പൊ അവള് എപ്പോഴും എന്റെ വാച്ചും കെട്ടിക്കൊണ്ടാ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ലാംഗ്വേജ് പിന്നെ തീർന്നില്ല. അവർക്ക് വേറെ ഗിഫ്റ്റ് ഉണ്ട്. 50 പൗണ്ടിന് അവർക്ക് ഇഷ്ടമുള്ളത് മേടിക്കാൻ പറ്റും. പിന്നെ കാർഡ് കിട്ടി. വൗച്ചറുണ്ട് കേട്ടോ. യെസ്, താങ്ക് യു ഗൈസ്. ഇനി വൗച്ചർ എനിക്ക് അത് മാറ്റി. മുഖത്തിന്റെ അപ്പിയറൻസ് നിങ്ങളെ വെച്ചിട്ടില്ല ഞാൻ വരെ. ഞാൻ കുഴപ്പമില്ല. ദാറ്റ്സ് ഗുഡ്.